ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ വിലപിടിപ്പുള്ള ഒരു വസ്തു ഒരു കിണറിലേക്ക് വീഴുകയാണ്. പക്ഷെ ആ കിണറിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വിഷപ്പാമ്പുകളും മറ്റ് ക്ഷുദ്രജീവികളും ഇറങ്ങാൻ വളരെ ദുർഘടം പിടിച്ച കിണറുമാണ്. അപ്പോഴാണ് നമ്മുടെ മകനോ മകളോ വന്ന് പറയുന്നത്, ഞാൻ അതിലിറങ്ങി അതെടുക്കാം. നമ്മൾ ഒരു രക്ഷിതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്ന് ആ കുട്ടിയെ തടയും. നീ ഇപ്പോൾ ഇറങ്ങണ്ട, അത് പോയാൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ ആ വസ്തു എന്നേക്കുമായി ഉപേക്ഷിച്ചു എന്ന് വരാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറ്റു മാർഗങ്ങൾ തേടിയെന്ന് വരാം. കാരണം നമുക്ക് ചിന്തിക്കാനും അതിൻ്റെ വരും വരായികളെ കുറിച്ച് മനസ്സിലാക്കാനും ബോധ്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ബോധ്യങ്ങൾ, അത്തരത്തിലുള്ള ചിന്തകൾ അവരിൽ വന്നുകൊള്ളണം എന്നില്ല. കാരണം അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൊല്ലത്ത് സ്കൂളിൽ വെച്ച് നടന്ന ഒരു അപകടമാണ്. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ കാര്യം രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ. നമ്മുടെ പല കുട്ടികളും ഹൈ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവരാണ്. കാരണം ഹൈ റിസ്ക് എടുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന റിവാർഡുകൾ, അവർക്ക് കിട്ടുന്ന ആ ഒരു ഹീറോയിസം അല്ലെങ്കിൽ ഹീറോ പരിവേഷം, ഇതൊക്കെയാണ് കുട്ടികളെ ഹൈ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. മറ്റു ഘടകങ്ങൾ കൂടി ഉണ്ടാവാം. പക്ഷെ നമ്മൾ ഓരോ രക്ഷിതാവും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കുട്ടി ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അവിടെ 3 തരത്തിലായിരിക്കും. ഒന്ന്, ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. രണ്ടാമത്തത് കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. മൂന്നാമത്തത് ലോ റിസ്ക് ആയിട്ടുള്ളതും. അത് മുതിർന്നവരെടുക്കുമ്പോഴും ഇതേ രീതി തന്നെ ആയിരിക്കും. പക്ഷെ മുതിർന്നവർക്ക് ഹൈ റിസ്കിലുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ വരും വരായികളെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ബോധ്യമുണ്ട് എന്നുള്ളതാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രീഫ്രണ്ടൽ ലോബ് അല്ലെങ്കിൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് വളർന്നു വരുന്നതേ ഉള്ളൂ, ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നമ്മളുടെ ഒരു സപ്പോർട്ട് കൃത്യമായും ആ കുട്ടികൾക്ക് ലഭിച്ചാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നും അതിൻ്റെ വരും വരായികൾ എന്താണെന്നും ആ കുട്ടിക്ക് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനി എന്താണ് ഹൈ റിസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം ഒരു ആക്ഷനായി വരുമ്പോൾ അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പരാജയപ്പെടാനുള്ള സാധ്യതയും അവിടെ ഏറ്റവും കൂടുതലായിരിക്കും. അഥവാ അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും വേഴ്സ്റ്റായി, ഏറ്റവും മോശമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോകും. അതാണ് ഹൈ റിസ്ക് എന്ന് പറയുന്നത്. ഇനി കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വരും വരായികളിൽ നമുക്കറിയാം, അത് ഇത് സംഭവിച്ചു കഴിഞ്ഞാലും ഇതാണ് അതിൻ്റെ മാക്സിമം സംഭവിക്കുക എന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ലോ റിസ്ക് എന്ന് പറയുമ്പോൾ അവിടെ റിസൾട്ടും കുറവായിരിക്കും, റിസ്ക്കും കുറവായിരിക്കും. നമ്മൾ ലോ റിസ്കിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമുക്ക് ഹൈ റിസ്ക് എന്താണെന്നുള്ളത് നോക്കാം. ഇത് കുട്ടികളിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പരമാവധി നമുക്ക് ഇനി വരുന്ന അപകടങ്ങളെ കൂടെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് അതിനെതിരെ നടപടിയെടുക്കുക. അത് വരാതിരിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കാൻ നമുക്കൊരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യം, ഒരു ചെറിയ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, 2 കൂട്ടുകാർ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ വെള്ളത്തിലേക്ക് വീഴുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ വെള്ളത്തിലേക്ക് വീഴുന്ന ആൾക്ക് നീന്താൻ അറിയില്ല, അവരുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിക്കും നീന്താൻ അറിയില്ല. പക്ഷെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി മുങ്ങി താഴുന്നത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മൾക്ക് അവരെ രക്ഷിക്കണമെന്നുള്ള ഒരു ത്വരയുണ്ടാവുകയും നമ്മളും എടുത്ത് ചാടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ 2 പേരും അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യതയാണ് അവിടെ ഉള്ളത്. നിത്യേന നമ്മൾ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളാണ് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത്. അവിടെ സിസ്റ്റത്തിൻ്റെ പരാജയങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കുക, സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, ആ സാഹചര്യങ്ങളല്ല നമ്മളെ സൃഷ്ടിക്കുന്നത്, മറിച്ച് ആ സാഹചര്യത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അപ്പോൾ കുട്ടികളെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ വരും വരായികളെ കുറിച്ച് ബോധവാന്മാരാക്കുക. അത്തരത്തിലുണ്ടാവുന്ന സിറ്റുവേഷനിൽ ആ കുട്ടിക്ക് മറ്റു മാർഗങ്ങളുണ്ട്, മറ്റു മാർഗങ്ങൾ കൂടെ തേടാനുള്ള അവസരം അവിടെ ഉണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളക്കെട്ടിൽ വീണ കുട്ടിയെ രക്ഷിക്കാൻ ഞാൻ തന്നെ അതിലേക്ക് എടുത്തു ചാടണമെന്ന് നിർബന്ധമില്ല. മറിച്ച് അവിടെ നാട്ടുകാരെ വിളിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനോ എനിക്ക് സാധിക്കും എന്ന് ആ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ ശേഷമാണ് പലപ്പോഴും പ്രതികരിക്കാറ്. അപ്പോൾ അതിനു മുന്നേ അത്തരത്തിലുള്ള അപകടങ്ങളും
അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ ഒരു പ്രിവെൻഷനാണ് ആവശ്യം. അപ്പോൾ ഒരു മുൻകരുതലാണ് ആവശ്യം. ആ ഒരു മുൻകരുതൽ നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ നല്ല ഭാവിക്കായി നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ അതിനെ പ്രാപ്തരാക്കുക. അടുത്ത ഒരു വീഡിയോയായി വരുന്നതുവരേക്കും സൈനിങ് ഓഫ് until we meet again. Thank you.